ലേറ്റസ്റ്റ് ആയിട്ട് പെട്രോളിൻ്റെ വില അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം മീഡിയാസൊക്കെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇപ്പം പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് ഇത് കണക്കൊരു ചോദ്യം ചോദിച്ച സമയത്താണ് അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടി ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായേക്കുവാണ്. ഇദ്ദേഹത്തിന് എന്തൊരു അഹങ്കാരമാണ്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു വയസ്സായിട്ടുള്ള ഈ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു നെഗറ്റീവ് കമൻസ് പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഈ ഒരു വയസ്സായിട്ടുള്ള ഈ ഒരു അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പം പെട്രോളിൻ്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, എനിക്കിതൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്ക് 2 ലക്ഷത്തിനടുത്ത് പെൻഷൻ കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്കതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം ഈ ഒരു മീഡിയ ചോദിക്കുന്നുണ്ട്, അപ്പോഴത്തേനും സാധാരണക്കാർ ഇതേ കൊണ്ട് എങ്ങനെ ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ എന്നുള്ള രീതി ചോദിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി പറയുന്നത്, ഈ ഒരു അപ്പൂപ്പൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ സാധാരണക്കാരെന്തിനാണ് വണ്ടി വാങ്ങുന്നത്, അവർക്കൊക്കെ നടന്നു വേണമെങ്കിൽ പൊയ്ക്കൂടെ, അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ പൊയ്ക്കൂടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു പറഞ്ഞതിന് ശേഷം, ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം കുറേയധികം പേര് വയസ്സായിട്ടുള്ള ആൾക്കെതിരെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഈ പ്രായമായത് ഇതുപോലത്തുള്ള അഹങ്കാരമൊന്നും കുറവില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് അപ്പൂപ്പൻ പറഞ്ഞത് കേട്ടപ്പോൾ തോന്നിയത് എന്നുള്ളത്, നിങ്ങൾക്കും ഇതേ കണക്ക് നെഗറ്റീവായിട്ടാണോ തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക.